ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൻ്റെ അകത്തുള്ളത്. അയ്യോ, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ സകലമാന സാധനങ്ങളും നമ്മുടെ ബാഗിലായിരിക്കും ഉണ്ടാവുക. അന്ന് തുറന്നു വരാത്തത് ഒരു തുള്ളിയൊക്കെ ഉള്ളൂ. കിരൺ വാങ്ങിച്ചു തന്നോ. കിരൺ കാനഡ ഗൂസിലുണ്ട് ഇറക്കുന്നത്. കാനഡ ഗൂസിൻ്റെ ഒരു ബീനി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ നല്ല സുഖമായിട്ടിരിപ്പുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ് എടുക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇപ്പം ഒരു 5 മിനിറ്റ് ആയുള്ളൂ വീട്ടിൽ വന്ന് കയറിയിട്ട്. രാവിലെ പോയതാണ്, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം ഒരു ബിസി ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം മുന്നേ നമ്മൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ ചൂടോടെ നിങ്ങളെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാമെന്ന്. ഞാൻ ഒരു സെപ്പറേറ്റ് വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ റോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ പോയി വന്നു കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ബാഗിലുള്ള അതെല്ലാം നിങ്ങളെ നേരിട്ട് കാണിച്ചു തരുവാണ്. അല്ലാണ്ട് വീഡിയോ എടുക്കുന്ന പേർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചൂടോടെ ഈ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കമ്പാനിയൻ ടെഡി ബ്ലേക്ക് എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. ഇതൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ബാഗാണ്. ഇത് പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ അങ്ങനെയല്ല, നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. അഫോർഡബിൾ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്, ദാറ്റ് ഈസ് ലെതറാണ്, പ്യുവർ ലെതറാണ്, ഇറ്റാലിയൻ ലെതറാണ് കേട്ടോ. ഇതൊരു പ്രീമിയം ഇറ്റാലിയൻ മെയ്ഡ് അങ്ങനത്തെ ഒരു ബാഗാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലക്ഷൂറിയസ് ലുക്കാണ് കാണാനായിട്ട്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരും ചോദിച്ചു നല്ല ബാഗാണല്ലോ, പുതിയതായിട്ട് വാങ്ങിച്ചതാണോ? കാരണം ഞാനിതിട്ട് കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇതിട്ടുകൊണ്ട് പുറത്ത് പോകുന്നത് തന്നെ. സോ അവർക്കും ഭയങ്കര ഐക്യാച്ചായിട്ട് തോന്നി. ഇത് ആക്ച്വലി കാഷ്വലായിട്ടും യൂസ് ചെയ്യാം, ഫോമലായിട്ടും യൂസ് ചെയ്യാം, ഓഫീസിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഇതിന്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ വേറെ ഷെയ്ഡ്സും ഉണ്ടായിരുന്നു, പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ എന്താ പറയുക, ഗ്രീൻ കളർ ബാഗ്സ് ഒന്നും അധികം ഇല്ല, അതുകൊണ്ടാണ് ഈ കളർ തന്നെ ഞാൻ ചൂസ് ചെയ്തത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്, കണ്ടോ. ടെഡി ബ്ലേക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് അങ്ങ് പറഞ്ഞു പോയി. എനിക്ക് എന്താ പറയുക, ബാഗ്സിനോടുള്ള ഒരു പ്രാന്ത് കാരണമാണ് ഞാൻ അത്രയും അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത്. അപ്പോൾ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗാണ്, വാട്ട്സ് മൈ ബാഗ് അല്ല. അപ്പോൾ എനിക്ക് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ സെഗ്മെന്റിലോട്ട് കിടക്കാം. വാട്ട്സ് ഇൻ മൈ ബാഗ്. നമുക്ക് ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണാം. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൻ്റെ അകത്തുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഉണ്ടോ, കുറേ സാധനങ്ങൾ കൊള്ളു. എൻ്റെ ഷ്രഗ് ഉൾപ്പെടെ എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പം നല്ല തണുപ്പാണെന്ന് തോന്നുവാണെങ്കിൽ ജാക്കറ്റാണ് ഇടുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ഷ്രഗ് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചത്. ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനത് കാറിലോട്ട് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് നല്ല നിറഞ്ഞ് ഇങ്ങനെയായിട്ടിരിക്കും. അപ്പം ടോട്ട് ബാഗ് അല്ലെങ്കിൽ നമുക്ക് പാടാണ് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ബീനി ഇല്ലാണ്ട് ഇപ്പോൾ വിൻ്ററാണ്, സ്നോഫോളും തുടങ്ങാറായി. അപ്പോൾ നമുക്കറിയാം ചെവിയിൽ തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടി ബീനി ഈസ് എ മസ്റ്റ്. അപ്പം ഇത് കിരൺ വാങ്ങിച്ചു തന്നോ. കിരൺ കാനഡ ഗൂസിലുണ്ട് ഇറക്കുന്നത്. അപ്പോൾ കാനഡ ഗൂസിൻ്റെ ഒരു ബീനി. ഞാൻ എടുക്കുന്ന സാധനങ്ങൾക്ക് അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ റാൻഡമായിട്ട് എൻ്റെ കയ്യിൽ വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് കാണിച്ചു തന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് ന്യൂട്രിജനയുടെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ എപ്പോഴും എൻ്റെ ബാഗിലൊരു സൺസ്ക്രീൻ ഇട്ടേക്കും. ഏത് ബാഗാണോ ഞാൻ പുറത്ത് പോകുമ്പോൾ എടുക്കുന്ന ആ ബാഗിലൊരു സൺസ്ക്രീൻ കാണും. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും സൺസ്ക്രീൻ കാണും. അതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. നമുക്കിപ്പം വെയിലില്ല എന്ന് പറഞ്ഞും സൺസ്ക്രീൻ ഒഴിവാക്കാൻ പറ്റില്ല. സോ ഓൾവേസ് ഐ ക്യാരി ദിസ്. ഓക്കെ, അപ്പോൾ അടുത്തത് ടാബാണ്. എനിക്കാണെങ്കിലും കിരണാണെങ്കിലും ടാബിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പോയതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് സ്കിപ്പ് ചെയ്യാറുണ്ട്, എടുക്കാറില്ല. ഇന്നിപ്പോൾ ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് പോയത്. അപ്പം ഇതൊക്കെ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പുഷ്പം പോലെ ഇതിൽ കയറും. അതുകൊണ്ട് ഇപ്പം ടാബിന് പകരം ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് പോയാലും നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളും. അങ്ങനെ എന്താ പറയുക, അത് വെക്കുമ്പോഴത്തേക്കും ബാഗ് ഭയങ്കര ഇങ്ങനെ വിജൃംഭിച്ചിരിക്കുകയൊന്നുമില്ല. അടുത്തത് ബില്ല്. ഇതിപ്പോൾ ഇതെന്തിൻ്റെ ബില്ലാണ്? ബെസ്റ്റ് ബൈ. ഞങ്ങൾ ബെസ്റ്റ് ബൈ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബില്ലാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ റോ ആയിട്ട് കാണിച്ചു തരാണ്. ഞങ്ങളങ്ങനെ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ നല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ, നിങ്ങൾ കാണിക്കേണ്ട സാധനങ്ങൾ മാത്രമേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് വന്നതിൻ്റെ ഒരു കോലമാണ് നിങ്ങൾ കാണുന്നത്. കാറിൻ്റെ ചാബിയാണ് കേട്ടോ. ഇത് ജാക്കറ്റിലായിരുന്നു ഇട്ടിരുന്നത്, പക്ഷേ നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ നേരം ബാഗിലോട്ട് ഇട്ടു. അതുകൊണ്ട് ബാഗിൽ ഇതുണ്ട്. അടുത്തത് നമ്മുടെ ടോമിയുടെ ഒരു പെർഫ്യൂം ഉണ്ട്. തീരാറായി ആക്ച്വലി, 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ തീരും. അപ്പോൾ കുഞ്ഞ് ക്യൂട്ട് കോമ്പാക്ട് സാധനം ആയതുകൊണ്ട് ഞാനിത് ബാഗിലിട്ടേക്കുമായിരുന്നു. അങ്ങനെ
പിന്നെ ഇതെന്താ, ഇത് ഫേസ് വാഷ്. ഇത് ലൈസീഡിയ എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതായിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഒന്ന് റിഫ്രഷ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫേസ് വാഷ് ഇസ് എ മസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. ഇതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേസ് വാഷോ എപ്പോഴും ബാഗിൽ കാണും. പിന്നെ ഇത് ഹെഡ്സെറ്റും മറ്റേ ഇതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നോക്കട്ടെ. ഞാൻ എയർപോഡും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എയർപോഡ് കിരണിൻ്റെ ആണ്. അപ്പോൾ ഇത് ഇൻ കേസ് ഇതിൽ ചാർജ് തീർന്നുവെങ്കിൽ വിചാരിച്ചാൽ പുറത്തൊക്കെ ആകുമ്പം ചാർജ് തീർന്നുവെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെഡ്സെറ്റും കൂടെ കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ പിന്നെ ഫോണിൻ്റെ ഇത് കാര്യം പറഞ്ഞപ്പോൾ ചാർജർ എന്തായാലും കൊണ്ടുപോകാറുണ്ട്. ഫോണിൽ കാറിൽ ചാർജർ ഉണ്ടെങ്കിലും നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ആവശ്യം വന്നെങ്കിലോ, അതുകൊണ്ട് ഇതും എടുക്കാറുണ്ട്. പിന്നെ ഫോണിൻ്റെ സാധനങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് ഫോണും കൂടെ കാണിച്ചു തരാം. മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അതെ ഫോൺ പിന്നെ എല്ലാവരുടെ ബാഗിലും കാണും. ഒരാളുടെ കയ്യിലും എന്താ പറയുക, വാട്ട്സ് മൈ ബാഗ് കാണിക്കുമ്പോൾ ഫോണില്ലാത്ത ഒരു ബാഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ അത് പിന്നെ ഞാൻ 2 വന്നു എൻ്റെ കയ്യിൽ. ഇതൊരു ക്ലച്ച്. മുടി എങ്ങനെയാണോ അഴിച്ചിടുവോ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് നീളം വെച്ചിട്ടുണ്ട്, മുടി വെട്ടിയായിരുന്നല്ലോ, നീളം വെച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ മുടി കെട്ടി വയ്ക്കും അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. അപ്പം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ഇത് ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ് ടിൻ്റാണ്. ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ ഷെയ്ഡ് ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എപ്പോഴേ പറഞ്ഞിരിക്കാം. ലിക്വിഡ് ലിപ്പ് റൂഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ, A12. ഓക്കെ. പിന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഇതിൽ വെള്ളമൊക്കെ തീർന്നു ഇച്ചിരി ഒരു തുള്ളിയൊക്കെ ഉള്ളൂ. അപ്പം ഇത് ആക്ച്വലി ഒരു ഫ്ലാസ്ക് ആണ്, ബോട്ടിലല്ല. അപ്പം ചൂട് നിൽക്കും കുറേ നേരം. ചെറുതാണെങ്കിലും ആക്ച്വലി ചൂട് നന്നായിട്ട് നിൽക്കാറുണ്ട്. എനിക്കെപ്പോഴും ചൂടുവെള്ളമാണ് കുടിക്കാൻ ഇഷ്ടം. ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പം എനിക്കായിട്ട് ഞാൻ എപ്പോഴും ഫ്ലാസ്കിൽ ക്യാരി ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം വലിയ ബാഗ് ആയതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ ഞാൻ കുപ്പിയൊന്നും കൊണ്ടുപോകാറില്ല. ഓക്കെ, അടുത്ത് എനിക്ക് വാളറ്റാണ് കയ്യിൽ വന്നത്. വാളറ്റിൽ ഹെൽത്ത് കാർഡാണ് കേട്ടോ ഇത്. ഫോട്ടോയൊക്കെ നല്ല രസമായിട്ട് ഇരിപ്പുണ്ടാവുന്നതൊന്നും കാണണ്ട. ഈ വാളറ്റ് ഞാൻ എപ്പോഴും ഏത് ബാഗിലാണെങ്കിലും വാളറ്റും ഫോണും കൊണ്ടുപോകാറുണ്ട്. പിന്നെ എൻ്റെ ഷെയ്ഡ്സാണ്. പഴയൊരു റീബനാണ് കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, ഞാൻ നേരത്തെ ദുബായിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പുതിയതുണ്ട് ഇവിടെ. ഈ ഇടയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷേ കാറിലാണ്. ഇപ്പം ബാഗിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചിരുന്നുള്ളൂ. അപ്പം തൽക്കാലം ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്തത് കിരണിൻ്റെ വാളറ്റാണ്. ഇപ്പം മാരീഡ് ആയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ സകലമാന സാധനങ്ങളും നമ്മുടെ ബാഗിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ആക്ച്വലി കിരണിൻ്റെ വാളറ്റും കാറിൻ്റെ ചാവിയൊക്കെ വന്നത്. സോ അങ്ങനെ കിരണിൻ്റെ വാളറ്റ്. അടുത്തത് 2 കാണിച്ചു തരാം. ഇതൊരു ലിപ് ബാമാണ്. ഇത് കുറേ നല്ല മെമ്മറീസ് തരുന്നൊരു ലിപ് ബാമാണ്. ബിക്കോസ് ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു ട്രിപ്പിന് പോയപ്പം ആ എയർബിഎൻബിയുടെ ഓണർ അവരുടെ വീട് കുറച്ച് അപ്പുറത്തായിട്ടുണ്ടായിരുന്നു. അവരിതേപോലെ അവർ തന്നെ മേക്ക് ചെയ്യുന്ന സോപ്പ്, അതുപോലെ ലിപ് ബാംസ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച ഒരു ലിപ് ബാമാണിത്. അവിടുന്ന് കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പം ഇത് അവർ സ്പെഷ്യലായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എടുത്ത ഒരു ലിപ് ബാമാണ്. സോ ഇതെപ്പോഴും ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി കാസ്റ്റർഡ് ബീൻ ഓയിലുള്ള ബീഫ് ടാലോ ആണ്. അപ്പം നമ്മുടെ ഡ്രൈ അല്ലെങ്കിൽ ചാപ്പ് ലിപ്സ് ഒക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനെ കുറച്ചൊന്ന് റിപ്പയർ ചെയ്ത് ഒന്ന് ഹെൽത്തി ആക്കും എന്ന് പറയുന്നത് ലിപ്സിനെ. ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഈ ഒരു ലിപ് ബാമിന്. അപ്പോൾ അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ് മാക്കിൻ്റെ. ഈ ഷെയ്ഡ് വരുന്നത് 659 നാച്ചുറൽ ബോൺ ലീഡർ. ഇതെല്ലാ സ്കിൻ ടോണും ഇടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതുണ്ടോ, ഇത് തീരൂല്ല ഇത്. ഓക്കെ, ഇതൊരു കവറാണ്. കവറിങ്ങനെ ഒരു കവർ അന്ന് തുറന്നു വരാത്തത്. ഇത് അതിൻ്റെ എന്നാ പറയുക, ഇതൊരു കവറാണ് നമുക്ക് സാധനങ്ങൾ ഇടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു കവറും നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊണ്ട് നടക്കാം. കണ്ടോ, അതാണ് ഈ സാധനം. ഓക്കെ, അടുത്തത് ഫേസ് ടിഷ്യൂസ്. അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ടല്ലോ. അടുത്തത് ട്വിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഞാൻ ഭയങ്കര ഡയറ്റ് ആണല്ലോ എന്നിട്ടാണോ അത് കഴിക്കുന്നതെന്ന്. ചില സാധനങ്ങൾ നമുക്ക് ചില സമയത്ത് കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ക്രേവിങ് വരും. അങ്ങനെ എനിക്കിന്ന് ഭയങ്കര ക്രേവിങ് വന്നപ്പോൾ വാങ്ങിച്ച ട്വിക്സ് ആണിത്. 2 വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം ഞാൻ അപ്പോഴേ കഴിച്ചു തീർത്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഇന്നോ നാളെ ആയിട്ട് കഴിച്ചു തീർക്കണം. ഓക്കെ, അടുത്തത് ഒരു കൊന്തയാണ് കേട്ടോ. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അപ്പയും അമ്മയും, കിരണിൻ്റെ അപ്പയും അമ്മയും റോമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകാറുണ്ട്. അപ്പം റോമിൽ പോയ സമയത്ത് അവിടുന്ന് ബ്ലെസ് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്ന ഒരു കൊന്തയാണിത്. സോ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ തന്നു വിട്ടു. ആ കൊന്ത എപ്പോഴും എല്ലാ ബാഗിലും, ഏത് ബാഗാണോ ഞാൻ പോകുന്നത് പുറത്ത്, ആ ബാഗിൽ കാണാറുണ്ട്. ഈ ഒരു കൊന്ത എപ്പോഴും കൂടെ കാണും കേട്ടോ. ഗൈസ്, നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണത്. ഇനി ആകെ ഒരു സാധനം കൂടെ ഉള്ളൂ. കണ്ടോ,
കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലോസപ്പ് കാണിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെറ്റീരിയൽ ഇത് കണ്ടോ, വെരി സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും ഷോർട്ടിൽ ഇടുമ്പോഴാണെങ്കിലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എനിവേ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡ്രാഗൺ ബാമാണ്. അമൃതാഞ്ജൻ ഡ്രാഗൺ ബാം. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. നമ്മളെവിടെയും സ്റ്റോപ്പൊന്നും ചെയ്യാണ്ട് അടുപ്പിച്ച് കുറേ നേരം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. തലവേദന, ബാക്ക് പെയിൻ, അപ്പോൾ എന്ത് തരം വേദന വന്നാലും എനിക്ക് ഒരേ ഒരു ഒറ്റമൂല്യമേ ഉള്ളൂ അതിന്, അത് ഈ ബാമാണ്. എൻ്റെ ബാഗിലെ സാധനങ്ങളെല്ലാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഒന്നുമില്ല, എല്ലാം തീർന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നത് പറഞ്ഞപ്പോൾ അതേ വായിൽ വരുന്നുള്ളൂ. നമ്മുടെ ഇന്നത്തെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റ് ഇവിടെ ഖതം ഹോഗയാ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ബാഗിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആക്ച്വലി ഇനിയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറും. ഞാൻ പറഞ്ഞല്ലോ, ഷ്രഗൊക്കെ നല്ല ബൾക്കിയാണ് അത്യാവശ്യം. അതൊക്കെ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴാണെങ്കിലും അധികം അങ്ങനെ വീർത്തൊന്നും നിൽക്കുന്നില്ല. ബാഗ് നല്ല ഒതുങ്ങി തന്നെ ഇരുന്നുകൊണ്ടിരുന്നത്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, വൺ ഓഫ് മൈ ഗോ ടു ബാഗ്സ് ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാഗ് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.